കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്. അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികൾ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരത്തിന് മുറി വേണമെന്ന ആവശ്യം ഉന്നയിച്ച് 2 ദിവസം മുൻപ് മണിക്കൂറുകളോളം പ്രിൻസിപ്പാളിനെ തടഞ്ഞുവെച്ച വിദ്യാർത്ഥികൾക്ക് പിന്നിൽ ആരാണ്? ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. വിദ്യാർത്ഥികൾ ആവശ്യം എഴുതി നൽകിയെന്ന് കോളേജ് പ്രിൻസിപ്പാൾ. ഒരു മതവിഭാഗത്തിന് മാത്രമായി പ്രാർത്ഥനയ്ക്ക് സൗകര്യം ഒരുക്കുന്നതിലെ അസൗകര്യം ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ആവശ്യം നിരാകരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് മഹല്ല് കമ്മിറ്റികളും യോജിച്ചില്ല. വിദ്യാർത്ഥികളും കൂടുതൽ പ്രതികരണം നടത്തിയിട്ടില്ല. വിഷയം ഗൗരവമുള്ളതാണെന്ന് സീറോ മലബാർ സഭയും സഭയുടെ അൽമായ ഫോറവും വ്യക്തമാക്കി കഴിഞ്ഞു. പൊടുന്നനെ ഒരു കലാലയത്തിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രാർത്ഥനാ മുറി ആവശ്യത്തിന് പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ സീറോ മലബാർ സഭയുടെ അൽമായ ഫോറത്തിന്റെ സെക്രട്ടറിയായ ശ്രീ ടോണി ചിറ്റിലപ്പിള്ളി, MSFന്റെ ദേശീയ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് PE സജൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികനായ ഡോക്ടർ B ജയരാജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ടോണി ചിറ്റിലപ്പിള്ളി, ഇങ്ങനെ ഒരു ആവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉണ്ടായത്. നിസ്കാരത്തിന് പ്രത്യേക മുറി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞു വെക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം അന്ന് അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റ് പറയുകയും ചെയ്തു. ഇതോടൊപ്പം ചില കാര്യങ്ങൾ രേഖാമൂലം തന്നെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ വിഷയം സീറോ മലബാർ സഭയും സീറോ മലബാർ സഭയുടെ അൽമായ ഫോറവും അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രതികരിക്കുകയും ഉണ്ടായല്ലോ. അതിൽ ഇതൊരു ഗൂഢ നീക്കമാണ് എന്ന രീതിയിലാണ് നിങ്ങളുടെ വാർത്താക്കുറിപ്പ് വന്നത്. അത് അൽമായ ഫോറത്തിൻ്റെ ആയാലും സീറോ മലബാർ സഭയുടേതായാലും ആ രീതിയിൽ തന്നെയാണ് വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം സംശയിച്ചത്? ഇന്ന് പക്ഷേ മഹല്ല് കമ്മിറ്റികൾ പോലും ഈ നിസ്കാരം ഈ കോളേജിൽ വേണം എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് അനുകൂല നിലപാടല്ലല്ലോ സ്വീകരിച്ചത്. പക്ഷെ നിങ്ങൾ അപ്പോഴും എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചു? തീർച്ചയായിട്ടും ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഞാനിതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇത് കേവലം നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഒട്ടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശവും ഉപയോഗിച്ചാണ്. മറ്റുള്ള മതങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള സ്പർദ്ധയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിനോ ഒരിക്കലും ക്രൈസ്തവ സഭകൾ ഇതുവരെ വന്നിട്ടില്ല. ഇനി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ സംഭവം അത് വളരെ നിർഭാഗ്യകരമാണ്. ഒരു കാര്യം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ഈ സമരം നടത്തിയ ഈ 2 രാഷ്ട്രീയ സംഘടനകളും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ മുസ്ലിം മഹല്ല് കമ്മിറ്റി
ഇതിനെക്കുറിച്ച് പറയുകയും അതിന് നിരുപാധികം ഖേദപ്രകടനം നടത്തുകയും ചെയ്ത് വളരെ സ്വാഗതാർഹമാണ്. കാരണം അവരിത് മനസ്സിലാക്കി. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തിയതിൽ അവർ ഖേദം പ്രകടിപ്പിച്ചു. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതാണ് അവരുടെ ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമീപനം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പക്ഷെ താങ്കൾ പറഞ്ഞത് രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ, അത് അവരുടെ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ, അത് അല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ആ സമരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന്. കാരണം അങ്ങനെ താങ്കൾ ഉദ്ദേശിച്ചിരുന്നു, വിദ്യാർത്ഥി സംഘടനകളും അതിന്റെ ഭാഗമായിരുന്നു, ഈ സമരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന്. അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെയായിരുന്നു. അതിൽ പറഞ്ഞത് സംസ്ഥാനത്തെ രണ്ട് പ്രബല വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണ ഉണ്ടായിരുന്നു. നിസ്കാരമുറി കോളേജിൽ വേണം എന്ന ആവശ്യത്തിന് പിന്തുണ നൽകിക്കൊണ്ട് എന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ശ്രീ ടോണി ചിറ്റിലപ്പിള്ളി? അങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് എഴുതി തള്ളാൻ ഒരിക്കലും പറ്റില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് വളരെ കൃത്യമായിട്ട് പല സമയങ്ങളിലും, ഇപ്പൊ ഈ ഡിബേറ്റിൽ മാത്രമല്ല പല സമയങ്ങളിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കൊരു നിഷ്കളങ്കമായിട്ട് ഇതിനെ തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് മതമൗലികവാദം വളർന്നു വരുന്ന ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നം എവിടെയുണ്ട്. ഞാനിത് ഈ നമ്മുടെ ഈ നിർമ്മല കോളേജുമായിട്ട് ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല, കാരണം അത് ഓൾറെഡി ക്ലോസ് ചാപ്റ്റർ ആണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മതമൗലികവാദത്തിന്റെ അനുരണനങ്ങള് തീർച്ചയായിട്ടും ഈ സംഭവമായിട്ട് ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്കെതിരെ വേണം. പ്രത്യേകിച്ച് ഇത് നിഷ്കളങ്കമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പക്ഷേ വിദ്യാർത്ഥികളായിരിക്കാം, മുതിർന്നവരായിരിക്കാം, ഇതിന് പിന്നിൽ മറ്റു ഭാഗ്യശക്തികൾ ഉണ്ടായിരിക്കാം. നമുക്കറിയാം കർണാടകയില്, അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളില് മതമൗലികവാദിക ശക്തികൾ അത് ശക്തി പ്രാപിക്കുന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ജാഗ്രതയോടെ കാണേണ്ട ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പൊ ഇത് ക്ലോസ് ചാപ്റ്റർ ആണ്. പക്ഷെ എങ്കിലും ഇതെങ്ങനെ ഈ സമരം ഉണ്ടായി, ഇതിന് പിന്നിലുള്ള ഭാഗ്യശക്തികൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷണം വേണം. താങ്കൾ പറഞ്ഞു വരുന്നത് അൽമായ ഫോറം ഇന്നലെ ഇറക്കിയ ആ പ്രസ്താവനയുണ്ടല്ലോ, ഒപ്പം സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയും, അതിൽ അൽമായ ഫോറമാണ് കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ഈ സംഭവത്തെ അപലപിച്ചത്. പക്ഷേ ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് താങ്കൾ പറയുമ്പോഴും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് താങ്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മതമൗലികവാദത്തെ നേരിടുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് ഡോസാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നത് മതമൗലികവാദത്തിൻ്റെ. ഇതാണല്ലോ അൽബായ ഫോറം ഉന്നയിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് മഹല്ല് കമ്മിറ്റികൾ ഇങ്ങനെ ഒരു കാര്യം കുട്ടികൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന രീതിയിൽ, വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി അത് ഏതാനും വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യം എന്ന രീതിയിലേക്ക് വന്നില്ലേ? അതല്ലാതെ ഇതിലൊരു ആസൂത്രിതമായ നീക്കമുണ്ട്, വെറും നിഷ്കളങ്കമായ കാര്യമല്ല എന്ന നിലപാടിൽ മാറ്റം വരുത്തുവാൻ എന്തുകൊണ്ട് താങ്കൾക്ക് കഴിയുന്നില്ല? അൽമായ ഫോറത്തിന് കഴിയുന്നില്ല, സഭയ്ക്ക് കഴിയുന്നില്ല? തീർച്ചയായിട്ടും ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു നീക്കം ആയിട്ട് ഞാൻ കരുതുന്നില്ല. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു. കാരണം നമ്മൾ സൗഹൃദത്തിലും സമാധാനത്തിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ. പക്ഷേ നാളെ ഏതെങ്കിലും ഒരു കോളേജിൽ ഇപ്രകാരമുള്ള നീക്കം വന്നാൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇപ്രകാരമുള്ളൊരു നീക്കം അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നായാലും അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഭാഗ്യശക്തികൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നേരത്തെ ക്രൈസ്തവ സഭകൾക്കെതിരെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുൽക്കൂട് കത്തിച്ചു, ഇവിടെ ബൈബിൾ കത്തിച്ചു, ക്രൈസ്തവ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം, ഇതെല്ലാം നമ്മൾക്ക് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്. നാളെ വേറൊരു ക്രൈസ്തവ കോളേജിൽ ഇപ്രകാരം ഒരു നീക്കം ഉണ്ടായാൽ അതിനെതിരെ അന്വേഷണമില്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ? അതൊരു ശരിയായ സമീപനമല്ലേ? ഇത് നിഷ്കളങ്കമായിട്ടുള്ള നീക്കമല്ല. ഇതുപോലെയുള്ള ഒരു മുന്നേറ്റങ്ങൾ ബാക്കിയുള്ള കോളേജുകളിൽ ഉണ്ടായാൽ ആരാണ് ഇതിന് സമാധാനം പറയുക? നമുക്കറിയാം, ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ദേശസുരക്ഷയെയും മറ്റുള്ള എല്ലാ സുരക്ഷയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയാൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയാ? അതാണ് എന്റെ ചോദ്യം.
നാളെ വേറൊരു കോളേജിൽ ഇപ്രകാരമുള്ള മുന്നേറ്റം ഉണ്ടായാൽ അതിന് ആരാണ് ഉത്തരവാദികൾ? അതിന് ആരാണ് മറുപടി പറയുക? എന്തായാലും ഇക്കാര്യത്തിൽ ഇവിടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സജൽ, പി സജൽ, താങ്കൾ MSFന്റെ ദേശീയ സെക്രട്ടറി കൂടിയാണല്ലോ. മാത്രമല്ല മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് സജൽ. ഇവിടെ സീറോ മലബാർ സഭയുടെ അൽമായ ഫോറവും സീറോ മലബാർ സഭയും ഒരു കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് മതമൗലികവാദത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് പ്രയോഗം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ്. ഈ വിഷയം അതേപോലെ കെട്ടടങ്ങിയിട്ടുണ്ട്. മഹല്ല് കമ്മിറ്റികൾ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എന്തായാലും പിന്നീട് ആ ആവശ്യത്തിലേക്ക് വന്നിട്ടുമില്ല. പക്ഷേ ഇപ്പോഴും അൽമായ ഫോറം പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, പ്രബല വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ്. അവർ എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നും താങ്കൾക്കറിയാം. അവിടെ SFIയും MSFും ഈ സമരത്തെ നിസ്കാരമുറി വേണം പ്രത്യേകമായിട്ട് എന്നുള്ള ആവശ്യത്തെ അംഗീകരിച്ചിരുന്നു, അവർക്ക് വേണ്ടി സമരം ചെയ്തിരുന്നു എന്നാണ്. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ശ്രീ മഞ്ജുഷേ, സീറോ മലബാർ സഭയ്ക്കെന്നല്ല, ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിൽ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനകൾക്കും അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും കടന്നു കയറുന്നില്ല. ഞാനിവിടെ ശ്രീ മഞ്ജുഷിനോടൊരു കാര്യം ഓർമ്മിപ്പിക്കുക. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് 72 വർഷം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. ഒരുപക്ഷെ മൂവാറ്റുപുഴ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് തന്നെ വളരെ സംഭാവന നൽകിയ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലേക്കാണ് ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയത്. മഞ്ജുഷിൻ്റെ ചില വാക്കുകളിൽ എവിടേക്കാണ് സീറോ മലബാർ സഭ വിരൽ ചൂണ്ടുന്നത്, അതിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചില ചോദ്യങ്ങളിൽ നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കുന്നത് സംഘടനയുടെ പേര് MSF എന്ന് നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളുടെ കോളേജ് യൂണിറ്റിലെ ഘടകം, മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയിലെ ഘടകം, എറണാകുളം ജില്ലാ കമ്മിറ്റി ഘടകം, അതുപോലെ തന്നെ സംസ്ഥാന MSFന്റെ നേതാക്കന്മാർ വളരെ വ്യക്തമായി നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവിടെ നടന്ന സംഭവവുമായി MSFന് യാതൊരുവിധ ബന്ധവുമില്ല. MSFന്റെ പേരിൽ ഈ പറയുന്ന ആവശ്യം അവിടെ കോളേജിൻ്റെ അധികാരികളോട് ഉന്നയിക്കുകയോ അതുപോലെ തന്നെ അവിടെ നടന്ന പ്രതിഷേധമെന്ന് പറയുന്ന ആ സംഭവത്തിൽ MSFൻ്റേതായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടയാളമോ ഒരു ഐഡൻറ്റിറ്റിയോ അതല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമോ അവിടെ ഉയർന്നു കേട്ടിട്ടില്ല. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം നിങ്ങൾ ഉൾപ്പെടെ ടെലികാസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, കോളേജിലെ വിദ്യാർത്ഥികൾ ഞങ്ങളോടൊരാവശ്യം രേഖാമൂലം എഴുതി ആവശ്യപ്പെട്ടു, ഞങ്ങളത് സാധ്യമല്ല എന്ന് അവരെ അറിയിച്ചു. അപ്പം മാധ്യമപ്രവർത്തകർ വീണ്ടും ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച പോലത്തെ ചോദ്യം വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇന്ന സംഘടനകളാണോ അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽപ്പെട്ട സംഘടനയാണോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികളാണ്, അവരെ ഞങ്ങൾക്ക് തരം തിരിക്കാൻ കഴിയില്ല. അവർ ഞങ്ങളോടൊരാവശ്യം ഉന്നയിച്ചു, അത് കുട്ടികളല്ലേ, ഞങ്ങളതിൽ തീരുമാനമെടുത്ത് അവരെ ഞങ്ങൾ തിരുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്താണ് ഇത്ര കണ്ട് നമ്മൾ ഈ ഒരു തരത്തിലേക്കൊരു ചർച്ച പോലും ഇന്ന് രാത്രി പോലും ഇത്ര വൈകാരികമായ ഒരു വിഷയമാക്കി ഈ ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യത ഇല്ലാത്തൊരു വിഷയമെന്നാണ് ഇതിനകത്ത് MSFന് പറയാനുള്ളത്. കാരണം കോളേജ് കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ വൈകാരികമായോ അതല്ലെങ്കിൽ അവരുടെ ആ കോളേജ് കാലഘട്ടത്തിലുള്ള ആകാംക്ഷയോടെയോ ആവേശത്തിൻ്റെയോ പുറത്ത് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടത്തിൽ ഒരു സംഗമമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറിച്ച് നമ്മുടെ കോളേജുകളിലെ ലൈബ്രറിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അതിനെതിരെയും വിദ്യാർത്ഥികൾ ഒരുമിച്ച് വിദ്യാർത്ഥി ഐക്യമെന്ന മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അത്തരത്തിൽ മറ്റൊരു കാര്യമല്ല, താങ്കൾ MSFന്റെ MSFന്റെ പേര് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് കോളേജിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതെന്നും താങ്കൾ പറഞ്ഞു. ഞങ്ങളും MSFന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. MSF ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് SFIയും MSFും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനാണ് 2 പ്രബല വിദ്യാർത്ഥി സംഘടനകൾ എന്ന പേര് പറഞ്ഞത്. അതാണല്ലോ പിന്നീട് SFIയും MSFും എന്ന രീതിയിൽ തന്നെ പ്രചരിച്ചത്. അവിടെയും ഞങ്ങൾ SFIയും MSFും പങ്കെടുത്തു എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ മുദ്രാവാക്യം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ടോണിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നത്. ടോണിയാണ് അൽമായ ഫോറത്തിൻ്റെ, അതായത്
സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ സംഘടനയുടെ സെക്രട്ടറി. അദ്ദേഹം ഇപ്പോഴും ആ നിലപാട് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ നിലപാടല്ല, അത് സീറോ മലബാർ സഭയുടെ നിലപാട് തന്നെയാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താം. ശ്രീ ടോണി, MSFന്റെ പേരോ SFIയുടെ പേരോ കോളേജിന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ. എന്നിട്ടും ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ട് പിന്തുണ നൽകുവാൻ എന്ന് പറഞ്ഞതിൽ എന്തുകൊണ്ട് മാറ്റം വരുത്തുന്നില്ല? ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ സഭ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ സംഘടനകൾ എന്ന്. അത് ഞാനിപ്പോൾ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഈ കോളേജിലെ പ്രശ്നം ഇപ്പോൾ രമ്യമായിട്ട് പരിഹരിച്ച ആ സിറ്റുവേഷനിൽ ആ രണ്ട് രാഷ്ട്രീയ സംഘടനകളും പിന്മാറിയ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ, ഈ വിദ്യാർത്ഥികൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ മുന്നേറ്റത്തിന് പിറകില് ഈ ചോദ്യങ്ങൾക്ക് ഈ നിസ്കാരമുറി ആവശ്യപ്പെട്ടത് ആരാണെന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ്. മഞ്ജുഷേ, എനിക്കൊരു അവസരം തരണം. മഞ്ജുഷേ, കാടടിച്ച് വെടിവെക്കുന്ന രീതിയിലേക്ക് ചില സംഘടനകളുടെ ആളുകൾ കടന്നു കയറുകയാണ്. കാടടിച്ച് വെടിവെക്കുന്ന രീതിയിലേക്ക് പോവരുത്. വളരെ വ്യക്തമാണ്. പ്രിൻസിപ്പാളിന്റെ റൂമിൽ, നിങ്ങളുടെ വിഷ്വൽസ് ഇപ്പോൾ ഒന്ന് കാണിച്ചാൽ മനസ്സിലാവും. പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൂട്ടം കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളെ എങ്ങനെയാണ് കൂട്ടം കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഈ സംഘടനയിൽപ്പെട്ടവനാണ് അല്ലെങ്കിൽ മറ്റ് സംഘടനയിൽപ്പെട്ടവനാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്? ഇതൊന്നും അത്തരത്തിൽ നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത് മതേതര കേരളത്തിന് ഭൂഷണമല്ല. നമ്മൾ ഒരു 15 ദിവസമായി എന്താ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട നമ്മുടെ അർജുനെ ലഭിക്കാത്തതിൻ്റെ, അർജുനൻ്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുന്നത് നാട്ടിൽ. മതം മറന്ന്, രാഷ്ട്രീയം മറന്ന് പ്രിയപ്പെട്ട അർജുനന് വേണ്ടി നമ്മുടെ പള്ളികളിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പള്ളികളിൽ പ്രാർത്ഥന, മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥന നടക്കുന്ന, അതല്ലെങ്കിൽ കുർബാനയ്ക്ക് ശേഷം ക്രിസ്ത്യൻ പള്ളികളിൽ, അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, രാഷ്ട്രീയവും മതമുള്ളവരെല്ലാം പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു നാടാണിത്. ഈ നാടിൽ നിസാരവൽക്കരിച്ച് കളയേണ്ട, ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ചില വിദ്യാർത്ഥികളുടെ പക്വതയില്ലായ്മയോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആവേശം മൂലമുണ്ടാവുന്ന ചില കാര്യങ്ങൾ ഇത്രയും പർവ്വതീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ മഞ്ജുഷേ? ഒരു കാര്യം കൂടി പറയട്ടെ മഞ്ജുഷേ, സ്ഥാപനത്തിന്റെ ഉടമകളായ ഞാൻ പറയുന്നത് അവരിപ്പോഴും ഇക്കാര്യം ഗൗരവമായി തന്നെ ഉള്ളതാണ് എന്ന നിലപാടിൽ തന്നെയാണ് ശ്രീ സജൽ. അപ്പോൾ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവരിപ്പോഴും അതിനെ ഗൗരവമുള്ളതായി തന്നെ എടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഇവിടെ തീർന്നെങ്കിലും നാളെ ഇത് ആവർത്തിച്ചാൽ ആര് സമാധാനം പറയുമെന്ന് ടോണി ചോദിക്കുന്നത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക നിലപാടായിട്ട് തന്നെയാണ്. അവർ അപ്പോൾ അത് തിരുത്തുന്നില്ല. ബഹുമാനപ്പെട്ട നിർമ്മല കോളേജിൻ്റെ അധികാരികൾ, അതിൻ്റെ മാനേജ്മെൻറ്റുകൾ, അതിൻ്റെ ബർസാറച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായി കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ വ്യക്തമായി കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്യാമ്പസിൽ ഉണ്ടായത്? അത് അവസാനിച്ചു. അത് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വന്ന തെറ്റാണ്. അത് ഞങ്ങൾ തിരുത്തി. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വിഷയം അവസാനിപ്പിക്കുകയല്ലേ? എന്തിനാ ഇത്ര തരത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു നിസ്സാരമായ ആവശ്യം, ഒരു പക്വതയില്ലായ്മ, അത് മാത്രമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കണ്ടത് എങ്കിൽ എന്തിനാണ് സഭ വീണ്ടും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാട് തിരുത്താതെ തന്നെ മുന്നോട്ട് പോകുന്നത്? സമീപകാലത്തുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് അതീവ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തിരിക്കുന്നത് സഭയുടെ ഔദ്യോഗികമായ സ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെയാണ്. അതിൽ വിശ്വാസികളുടെ സംഘടനയുമുണ്ട്, സഭയുടെ തന്നെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുമുണ്ട്. അവർ മുൻകാല സംഭവങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ മൂവാറ്റുപുഴയിൽ മഹല്ല് കമ്മിറ്റികൾ പോലും ഇടപെട്ട് അത് തണുപ്പിച്ചെങ്കിലും സഭയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഇത് ഇവിടെ അവസാനിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണം വന്നിട്ടില്ല. അതുമാത്രമല്ല, അതുകൊണ്ടാണ് അൽമായ ഫോറം സെക്രട്ടറിയോട് തന്നെ നേരിട്ട് ഇക്കാര്യം ചോദിച്ചതും. ശ്രീജിത്ത്, ശ്രീ മഞ്ജുഷ്, ഈ ചർച്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് MSFനെ പ്രതിനിധീകരിച്ച ശ്രീ സജൽ ഇവിടെ പറഞ്ഞ 2 വാക്കുകളാണ് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ഡിമാൻഡ് അവിടെയുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് ഒരു കാരണം ആവേശം എന്നാണ്. രണ്ടാമത്തെ കാരണം അദ്ദേഹം പക്വതയില്ലായ്മയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആവേശവും ഈ പക്വതയില്ലായ്മയും ഒക്കെ തന്നെ നമ്മൾ പറയുന്നത് കേരളത്തിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പറ്റിയാണ്. അപ്പോൾ അതൊരു ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്.
അല്ലാതെ അത് പ്രാഥമിക വിദ്യാഭ്യാസ തലമല്ല. അത് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന കുട്ടികൾക്ക് പക്വതയില്ലായ്മയുണ്ട്, അല്ലെങ്കിൽ ആവേശത്തോടു കൂടി അവർ പെരുമാറി ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവർ ചെയ്തു, അവർ ചെയ്തിരിക്കുന്ന ഡിമാൻഡ് തെറ്റാണ് എന്ന് ശ്രീ സജലും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ശ്രീ സജൽ, ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? കുട്ടികൾ ഇങ്ങനെ ആവേശത്തോടു കൂടി അല്ലെങ്കിൽ പക്വതയില്ലാതെ പെരുമാറിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം, ഇത്തരത്തിലുള്ള അസംബന്ധ നിലപാടുകൾ എടുക്കുന്നതിനുള്ള പ്രേരണ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ നാട്ടിലുള്ള മതസംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾക്കും ശരിക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ശ്രീ മഞ്ജുഷ്, താങ്കളടക്കം ഓർക്കുന്നുണ്ടാകും, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതിയായിട്ട് വരുന്നത്. ആ തീയതി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. ആ തീയതി പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇത് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേരം വെള്ളിയാഴ്ച മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സമയം ആവശ്യമുണ്ട്. അത് സാധാരണക്കാർ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല, അതിൻ്റെ പോളിംഗ് ഓഫീസർമാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, ഏജന്റുമാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഏതെങ്കിലും മതസംഘടനയാണ് പറയുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കാരണം അത് അവർ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞു, മുസ്ലിം ലീഗിന് MSFനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. ഇനി ആ കൂട്ടത്തിലെ വലിയേട്ടനായിട്ടുള്ള കോൺഗ്രസും പറഞ്ഞു. കോൺഗ്രസ് അടക്കം, മുസ്ലിം ലീഗ് അടക്കം, കേരള മുസ്ലിം ജമാഅത്ത് അടക്കം നമ്മുടെ നാട്ടിലുള്ള ഇലക്ഷൻ കമ്മീഷനെ കണ്ട് അതും കൂടെ പറയണം. ഇല്ല ആ വിഷയത്തിൽ ശരിയായ നിലപാടെടുത്തത് CPM ആണ്. ആ വിഷയത്തിൽ ശരിയായ നിലപാടെടുത്തത്. BJP എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. CPM ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, ആ കാര്യത്തിൽ CPM അഭിപ്രായം പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കണ്ട ഒരു TV ചർച്ചയിൽ ഇടതുപക്ഷത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ PM സുരേഷ് ബാബുവോ മറ്റോ ആണ്, വളരെ ആശയവ്യക്തതയോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ ഇപ്പോൾ പൊതുവെ എന്നെ ഒരു CPM വിമർശകനായിട്ടൊക്കെ പറയുമെങ്കിലും ഈ വിഷയത്തിൽ എൻ്റെ ബോധ്യം അനുസരിച്ച് CPM ആ വിഷയത്തിൽ ചേർന്നില്ല, അവരതിൽ പങ്കുപറ്റിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. പക്ഷേ എൻ്റെ ധാരണ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് നിസ്കരിക്കുക എന്ന് പറയുന്ന മതപരമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അന്നൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം അത് മറ്റൊരു ദിവസത്തേക്കാക്കി മാറ്റണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പക്വതയുള്ള നിലപാടാണോ, അത് ആവേശത്തിൻ്റെ പുറത്ത് വന്ന നിലപാടാണോ? അപ്പോൾ അങ്ങനെ ഒരു നിലപാട് വലിയ സംഘടനകൾക്ക്, വലിയേട്ടന്മാർക്ക് ഒക്കെ തന്നെ എടുക്കാമെങ്കിൽ കുട്ടി സംഘടനകൾക്കും കുട്ടികൾക്കും ഇതേപോലെയുള്ള നിലപാട് എടുക്കാമോ എന്നുള്ളതാണ് ശ്രീ സജലിനോടുള്ള എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഒരു പൊതു അവധി ദിവസം ആൾക്കാർക്ക് ചിലപ്പോൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ പല പല പരിപാടികളുണ്ടാകും, അന്ന് തെരഞ്ഞെടുപ്പ് വെക്കുക എന്ന് പറയുന്നത് പോലെയല്ല ഒരു വെള്ളിയാഴ്ച ഇത് വെക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു പ്രവൃത്തി ദിവസമാണ് അന്നത്തേക്കാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു അവകാശമാണ് എന്ന മട്ടിലേക്കുള്ള പല പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ, പ്രകടനങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ രണ്ട് വിഷയത്തിലും കണ്ടിരിക്കുന്നത്. അതുണ്ടാവാൻ പാടില്ല എന്ന് ഇവരോർക്കണം. ഇത് കേവലം ഒരു മഹല്ല് കമ്മിറ്റി വന്ന് സംസാരിച്ച് തീർപ്പാക്കേണ്ടുന്ന വിഷയമല്ല. ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴുകി മാറി നിൽക്കേണ്ടതല്ല. നേരെ മറിച്ച് പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ടിട്ടില്ല എന്നാണ് ശ്രീജിത്ത് പണിക്കർ. ഇപ്പോൾ സജൽ തന്നെ വ്യക്തമാക്കുന്നു, വിദ്യാർത്ഥി സംഘടനകൾ അവിടെ ഇടപെട്ടിട്ടില്ല എന്നാണ്. MSFന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ആർഷോയെ നേരത്തെ ഫോണിൽ ആർഷോയുടെ പകൽ സംസാരിച്ചിരുന്നു. ആർഷോയും പറയുന്നു SFI അവിടെ ഇടപെട്ടിട്ടേ ഇല്ല, ഞങ്ങളുടെ ഒരു പിന്തുണയും ഇല്ല എന്ന്. അപ്പോൾ ഇവർ പിന്തുണയില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും അവരുടെ മേൽ ഇത് കെട്ടിവെക്കുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. അല്ല, നോക്കൂ, ഇവിടെ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇവർ ഇടപെട്ടുകൊണ്ട് ഇവിടെ ആവശ്യം ഉന്നയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇതൊരു തെറ്റായ പ്രവണതയാണ് എന്നും ഇത് നടക്കാൻ പാടില്ലാത്തതാണ് എന്നും ഈ വിഷയത്തിൽ ഇടപെട്ട് പറയേണ്ടത് വിദ്യാർത്ഥി സംഘടനകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ SFIയെ സംബന്ധിച്ചിടത്തോളം, MSFനെ സംബന്ധിച്ചിടത്തോളം, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ വിഷയമല്ല, നമ്മൾ ഇതിലില്ല, ഞങ്ങൾക്ക് ഈ ഒരു ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇത് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളിലും ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുകയും, ഞങ്ങൾ സംഘടനയായിട്ടെന്നല്ല, നേരെ മറിച്ച് ഞങ്ങളുടെ സംഘടനയിൽ അംഗത്വമോ ഭാരവാഹിത്വമോ ഉള്ള ആൾക്കാർ അവിടെ ഇത്തരം ആവശ്യവുമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കും എന്നുകൂടി പറഞ്ഞു വെക്കണം. ആ വിഷയത്തിനെ പറ്റി നമ്മൾ ആരും തന്നെ ഒന്നും കേട്ടില്ല. ഇനി രണ്ടാമതൊരു ഉദാഹരണം പറയാം ശ്രീ മഞ്ജുഷ്. നമ്മുടെ കേരളത്തിൽ ഈ സ്കൂൾ സമയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പരിഷ്കരിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ഖാദർ കമ്മിറ്റി ഈ കാര്യത്തിനെ മുന്നോട്ട് വെച്ചിരുന്ന സമയത്ത് സമസ്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ?
സ്കൂളിന്റെ സമയം രാവിലെ 8 മണിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ പുതുക്കുന്ന സമയം എന്ന് പറയുന്നത് മദ്രസ പഠനത്തിനെ ബാധിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, വിദ്യാഭ്യാസം എന്നതിന് മതം കോംപ്രമൈസ് ചെയ്യണമെന്നാണോ, മതവിദ്യാഭ്യാസം എന്നതിന് പ്രാഥമിക വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യണം എന്നാണോ നമ്മൾ പറയുന്നത്? അടുത്തത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം എന്ന് പറയുന്നത് സെക്യുലർ ആയിരിക്കണം എന്നുള്ള ഒരു വാദം. ആ വാദത്തിന് എതിരായിട്ട് ഇല്ല, മതചിഹ്നം അല്ലെങ്കിൽ മതം നിഷ്കർഷിക്കുന്ന വസ്ത്രം നമുക്കത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർണാടകയിൽ ഹിജാബ് വിഷയം നടക്കുന്ന സമയത്ത് കേരളത്തിലും ഹിജാബ് വിഷയം നടന്നു, ഐക്യദാർഢ്യം നടന്നു. അപ്പോൾ ഇസ്ലാം മതത്തിലെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഹിജാബ് എന്ന് അംഗീകരിക്കപ്പെടുന്ന ഇസ്ലാം പണ്ഡിതർ തന്നെ പറഞ്ഞതിന് ശേഷവും ആ വിവാദം നമ്മുടെ നാട്ടിൽ കത്തിപ്പടർന്നു. ഒപ്പം ശ്രീ സജൽ അറിയാൻ വേണ്ടി ഞാൻ കൂടി പങ്കെടുത്ത ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ MSFന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിരുന്നു. അന്നുണ്ടായിരുന്ന വിഷയം നമ്മുടെ നാട്ടിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഈ രീതിയിലുള്ള മതം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രം അനുവദിക്കണമെന്നാണ്. അന്ന് ഞാൻ ആ കുട്ടിയെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് എന്തുകൊണ്ട് ഹൈജീനിക് അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഗൈഡ് ലൈനുകൾ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷവും ആ പെൺകുട്ടിയുടെ അഭിപ്രായം മാറിയിട്ടില്ല. MSFന്റെ ഭാരവാഹിയായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ രീതിയിലത്തേക്ക് നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചേട്ടന്മാരും ചേച്ചിമാരും ചേട്ടൻ ചേച്ചി സംഘടനകളും ഇവിടെയുള്ള കുട്ടികൾക്ക് ഇതെന്തോ രീതിയിലുള്ള ഒരു പ്രത്യേക അവകാശമാണെന്നോ ഇതിനു വേണ്ടി വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് അവർ കൈ കഴുകുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു ഒഴിയുന്നത്? അത് ഈ ക്രൈസ്തവ സംഘടനകളിൽ നിന്നും സഭാ നേതൃത്വത്തിൽ നിന്നും ഇങ്ങനെ ഒരു എതിർപ്പ് ശക്തമായി ഉണ്ടായത് കൊണ്ടാണോ? അങ്ങനെ അവർ പ്രതീക്ഷിച്ചില്ല എന്നതുകൊണ്ടാണോ? തീർച്ചയായും, ഒരു സംശയവുമില്ല. ഇതിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായി. കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. വളരെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഏതെങ്കിലും ഒരു അധികാരികളോ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ പിന്മാറി എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മഞ്ജുഷിനോട് എന്റെ ചോദ്യം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക്, വിശിഷ്യ MSFന് പങ്കുണ്ടോ എന്ന്? അല്ല, വിദ്യാർത്ഥികൾ പിന്മാറിയെന്നല്ലേ അദ്ദേഹം പറഞ്ഞു? അങ്ങനെയല്ല പറഞ്ഞത്. അത് അല്ല, ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ പേര് പറയാതെ തന്നെ പ്രബലരായ 2 വിദ്യാർത്ഥി സംഘടനകളുടെ അനുമതിയോടുകൂടി പിന്തുണയോടുകൂടിയാണ് ഈ സമരം നടന്നത് എന്ന് ആ കോളേജിന്റെ അധികാരികളായ സീറോ മലബാർ സഭ തന്നെ, അവരുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി തന്നെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതല്ല, ഞങ്ങളാരും അവിടെ MSFന്റെ നേതൃത്വത്തിലാണ്, SFIയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതേ നിലപാടിൽ നിന്ന് അവർ പിന്മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ആവർത്തിച്ച് അൽമായ ഫോറം സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നല്ല കാര്യമാണ് അവിടെ കോളേജിൽ ഇങ്ങനെയൊരു ഒത്തുതീർപ്പുണ്ടായത് എന്ന കാര്യം പറയുന്നതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം ഇതും പറഞ്ഞത്. വിദ്യാർത്ഥി സംഘടനകൾക്ക് പങ്കില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുകയില്ലായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. സജൽ, ഞാൻ വരാം. CPM സഹയാത്രികനായ ഡോക്ടർ B ജയരാജ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ B ജയരാജ്, ഇത് നിഷ്കളങ്കമായ ഒരു കാര്യമല്ല എന്ന് ഇപ്പോഴും സീറോ മലബാർ സഭ ആവർത്തിച്ച് പറയുകയാണ്. അവരുടെ ശക്തമായ എതിർപ്പ്, സഭയുടെ ശക്തമായ എതിർപ്പും അൽമായ ഫോറത്തിന്റെ കോളേജ് മാനേജ്മെന്റിന്റെ എതിർപ്പുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു എന്ന് കണക്കാക്കേണ്ടി വരുമല്ലോ. അല്ല, അങ്ങനെയല്ല ഇതിനെ കാണേണ്ടുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് കോളേജിന്റെ പ്രിൻസിപ്പൾ ഒരു തീരുമാനം എടുത്തു. പ്രിൻസിപ്പളിന് ഒരു റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. പ്രിൻസിപ്പൽ തീരുമാനം എടുത്തു, അങ്ങനെ ഒരു മതത്തിന് അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാ മതത്തിനും അനുവദിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ നേരത്തെ കേട്ട ഇതിനകത്ത് പറഞ്ഞത്. പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. 1995-ലൊക്കെയാണെന്ന് തോന്നുന്നു, കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ നോർത്ത് സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നിസ്കരിക്കാനായിട്ട് ഇതുപോലെ റൂം വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ആ മാനേജ്മെന്റ് അതിനു വേണ്ടിയിട്ട് ഒരു റൂം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആർട്സ് കോളേജിലെ സ്റ്റുഡൻസ് ഇതിനെതിരെ സമരം ചെയ്തു. ഇങ്ങനെ റൂമൊന്നും അനുവദിക്കാൻ പാടില്ല, ഇത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് SFIക്കാരാണ് സമരം ചെയ്തത്. ആ SFIയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും TKM ആർട്സ് കോളേജിലായിരുന്നതുകൊണ്ട് അതെല്ലാം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു. അവരങ്ങനെ സമരം ചെയ്യുകയും അവസാനം അവർക്ക് മുട്ടുമടക്കേണ്ടി വരികയും ചെയ്തു. മാനേജ്മെന്റിന് മുട്ടുമടക്കേണ്ടി വരികയും അങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കില്ല. ഈവൻ വിദേശത്തൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ പോലും, ഇസ്ലാമിക് കൺട്രീസിൽ ജോലി ചെയ്യുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള നിസ്കാര മുറികളുണ്ട്. പക്ഷെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് അവിടുത്തെ ആൻസിലറി സ്റ്റാഫിനും അവിടുത്തെ ഡ്രൈവർമാർക്കും മറ്റുള്ള അത്യാവശ്യം ചില അധ്യാപകർക്കും വേണ്ടി മാത്രമാണ്. ഈ എൻറ്റയർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊന്നും എങ്ങും തുറന്നു കൊടുക്കാറൊന്നുമില്ല. ഈ പറയുന്ന പല ഇസ്ലാമിക് കൺട്രീസിൽ പോലും അതൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ടൈമിലൊക്കെ മതപഠനത്തിന് വരും.
ഈ മതപഠനത്തിന് പോയി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായ മാറ്റമാണ് അവരിൽ കാണുന്നത്. അത് ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ പല കുട്ടികളും അതുവരെ പള്ളികളെ കുറിച്ച് പോകാത്ത കുട്ടികൾ തന്നെ അവർക്ക് നിസ്കരിക്കാനായിട്ട് സ്ഥലം അല്ലെങ്കിൽ റൂം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തൊട്ട് താഴെ അവിടെ കോളേജ് ഉണ്ടല്ലോ, അല്ല മദ്രസ അല്ല പള്ളിയുണ്ടല്ലോ, അവിടെ തൈക്കാവുകളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും പോയി നിസ്കരിച്ചാൽ പോരെ, വെള്ളിയാഴ്ച നിനക്ക് സമയം തരാം, സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ പോയി അവിടെ നിസ്കരിക്കും, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറയുമ്പോൾ അവരത് മനസ്സിലാക്കുകയും അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരെ അങ്ങനെ വിടുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ക്യാമ്പസിനകത്ത് നമ്മൾ അത്തരം ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുന്നതെന്ന് പറയുന്നത് കേരളം പോലുള്ള ഒരു മതേതര സമൂഹത്തിന് ഒട്ടും ഭൂഷണീയമല്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. JNUവിൽ ഇതുപോലെ ABVPക്കാർ എല്ലാ റൂമുകളിലും ഹോസ്റ്റൽ റൂമുകളിലെല്ലാം രാത്രി 11 മണിയാകുമ്പോൾ ഹോമം നടത്താൻ തുടങ്ങി. അവിടുത്തെ വാർഡനായിരുന്നത് ബേർട്ടൺ ക്ലീറ്റസ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ്. അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. അപ്പോഴ് ടൈംസ് ഓഫ് ഇന്ത്യ അടിച്ച ന്യൂസ് എന്താണെന്ന് അറിയാം. ക്രിസ്ത്യാനിയായിട്ടുള്ള അധ്യാപകൻ ഇവരുടെ ഹോമം നടത്തുന്നതിനെ തടഞ്ഞു, ഹിന്ദുക്കൾക്കെതിരെ നിന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങളിൽ വാർത്ത വന്നത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് ഹൃദയം പൊട്ടിയാണ് എന്നോട് ചോദിക്കുന്നത്, അളയ ഞാൻ എന്ന് തൊട്ടാണ് ക്രിസ്ത്യാനിയായെന്ന് എന്നോട് ചോദിച്ചതാണ്. എന്റെ കൂടെ വളരെ കൊച്ചിലേ തൊട്ടേ പഠിച്ചിരുന്ന പയ്യനാണ്. ഇപ്പോൾ അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലുണ്ട് JNUവിൽ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ ആര് വിചാരിച്ചാലും അത്ര പെട്ടെന്നൊന്നും കളങ്കം വരുത്താനൊന്നും പറ്റില്ല. പിന്നെ ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. EMS അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷ വർഗീയതകൾ തമ്മിലുള്ള ശക്തിപ്പെടുത്തലാണോ എന്നുള്ളൊരു സംശയമില്ല. കാരണം എന്ത് നടന്നാലും ഇവർക്ക് രണ്ടുപേർക്ക് നേട്ടമാണ്, രണ്ടുപേരുടെ അണികൾ കൂടും. വളരെ നല്ല കാര്യമാണ് MSF അതിനെ തള്ളിപ്പറഞ്ഞത്. MSFന്റെ വിദ്യാർത്ഥികളാരും അതിനകത്ത് ഇല്ലാത്തത്. പ്രബലമായ സംഘടനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSFും SFI മാത്രമേ ഉള്ളൂ, മറ്റു സംഘടനകളൊന്നും ഇല്ലേ ഇവിടെ? മറ്റ് സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളില്ലേ? വിദ്യാർത്ഥി ഐക്യമാണല്ലോ അവർ വിളിച്ചത്. പല സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും അതിനകത്ത് MSFകാരില്ല എന്നൊന്നും നമുക്കൊന്നും പറയാൻ, കണ്ണടച്ചുകൊണ്ടൊന്നും പറയാനൊന്നും പറ്റില്ല. ഉണ്ടാവും ഒരു കുട്ടികളെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം ചെയ്തു. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ മുറിയേക്കാളും ഉപരിയായിട്ട് ഇവരുടെ ഒരു പ്രതിഷേധം, നന്നായിട്ട് ഒരു പ്രതിഷേധം നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വലിഞ്ഞു മുറിച്ച് വെച്ചേക്കുന്ന ഒരു മാനേജ്മെന്റിനെതിരെ ഒരവസരം കിട്ടിയപ്പോൾ പ്രിൻസിപ്പളിനെതിരെ സമരം ചെയ്തതാവാം. അങ്ങനെ നമുക്കതിനെ വായിച്ചെടുക്കാം. അല്ലാതെ അതിനൊരു മതപരമായ പരിവേഷം കൊടുക്കേണ്ടുന്ന കാര്യമില്ല. ഒരു ഇഷ്യൂ കിട്ടിയപ്പം അവരതങ്ങെടുത്ത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പിന്നെ അതിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻസ് ആക്കേണ്ടതെയും അതിന് മറ്റു പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്നതിന് കാര്യമൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ കണക്കുള്ള അൽമായ സഫയുടെ അത് വർഗീയതയുടെ ടെസ്റ്റ് ഡോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പത്രക്കുറിപ്പൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെ ഒരു ടെസ്റ്റ് ഡോസ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ അൽമായ സഫയ്ക്കും ഈ പറഞ്ഞ കണക്കുള്ള മതസംഘടനകൾക്കും ഒക്കെ തന്നെയാണ്. മറ്റ് മുസ്ലിം മത സംഘടനകൾക്കും ക്രിസ്ത്യൻ മത സംഘടനകൾക്കും അവരുടെ അണികളെ കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താങ്കൾ പറയുമ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദം എന്ന രീതിയിലാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സംശയം? ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദം എന്ന രീതിയിലാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. തീർച്ചയായും ഇതൊരു പങ്കുകച്ചവടം പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ആംഗിളിൽ പോകുന്നത്. കാര്യം ഇതേപോലുള്ള ഇതിന്റെ അനുരണനങ്ങൾ മറ്റ് ക്യാമ്പസുകളിലുണ്ടാവും. അപ്പോൾ പറയും ഞങ്ങൾക്കൊരു ശത്രുക്കളുണ്ട്, അവരെല്ലാം ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ നടക്കുകയാണ്. അപ്പോൾ പറയും ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് എതിർ സംഘടനയ്ക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ആളുകളെ കൂട്ടാൻ പറ്റും, അൽമായർക്ക് അവരുടെ ആളുകളെ കൂട്ടാൻ പറ്റും. ഇങ്ങനെ വർഗീയത എന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് ഇഗ്നൈറ്റ് ചെയ്ത് വിടാവുന്ന ഒരു സാധനമാണല്ലോ. പെട്ടെന്ന് തന്നെ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ പറ്റും. കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ വലിച്ചു കീറാൻ തന്നെ പറ്റും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ മുളയിലെ നുള്ളിക്കളയണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് ചാലകമായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെയൊക്കെ ഉയർന്ന ചിന്തയിൽ ചിന്തിക്കുന്നവരാണ് മലയാളി. ഇപ്പൊ തൃശ്ശൂർ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുടെ ഭാഗമായിട്ടാണ് ഒരു BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഇവിടെ കിട്ടുന്നത്. അത് കണ്ടുകൊണ്ട് ഈ പരിഷ്കാരം എല്ലായിടത്തും നടപ്പിലാവും എന്നൊക്കെ ധരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയും കോലീബി സഖ്യമൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് തന്നെ അബദ്ധമാണ്. അതൊരിക്കലും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അതിനൊക്കെയുള്ള ശ്രമങ്ങളാണ്, അതിനൊക്കെയുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ്, അതിനൊക്കെയുള്ള ഒരു പോക്കുകൂട്ടലാണ്. ശ്രീ ടോണി ചിറ്റപ്പള്ളി, അതിന് മറുപടി പറയേണ്ടത് താങ്കൾ കൂടിയാണ്. താങ്കളുടെ റിലീസിലാണ് ഈ മതമൗലികവാദത്തിന്റെ ടെസ്റ്റ് ഡോസ് എന്ന രീതിയിലുള്ള പരാമർശം കടന്നു വന്നത്. ശ്രീ ജയരാജ്, താങ്കൾ ഈ സംഭവത്തെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കേണ്ട.
താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ശരിയല്ല. നിങ്ങളുടെ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളിന്ന് പിന്മാറുകയാണെന്ന്. നിങ്ങളിത് നിസ്സാരവൽക്കരിക്കരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ അരുവിത്ര പള്ളിയിലെ ഒരു വൈദികനെ കാറിടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഇപ്പോൾ വീണ്ടും നിർമ്മല കോളേജിൽ. ഇതൊന്ന് നിസ്സാരവൽക്കരിച്ച് തള്ളാനുള്ള ഒരു നേതൃത്വമല്ല ക്രൈസ്തവ സഭയ്ക്കുള്ളത്. ക്രൈസ്തവ സഭയ്ക്ക് വ്യക്തമായുള്ള നിലപാടുണ്ട്. ആ നിലപാട് ക്രൈസ്തവ സഭകളുടെ ഒരു സ്ഥാപനങ്ങളിലും ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് നിസ്കാരത്തിന് മുറി അനുവദിക്കാനാകില്ല. ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഈ കുട്ടികളെ തമ്മിലടിച്ച് വർഗീയത പറഞ്ഞ് തമ്മിലടിച്ച് തലതല്ലി കീറി അങ്ങ് തമ്മിലങ്ങ് നശിച്ചു. അതെ എനിക്ക് പറയാനുള്ളത്. ഇത്തരം വർഗീയത ഒരു നേട്ടം ആർക്കും ഉണ്ടാകുന്നില്ല. താങ്കളത് പറയരുത്. താങ്കൾ ഒരിക്കലും ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. ഈ പ്രശ്നം ഇവിടെ തീർന്നു. പക്ഷെ എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ക്രൈസ്തവർക്കെതിരെയുള്ള നിരന്തരമായിട്ട് വരുന്ന ഈ അവഗണന ഒരിക്കലുമല്ല. താങ്കൾ ഈ പ്രസ്താവന താങ്കൾ പിൻവലിക്കണം. താങ്കൾ ഇതിന് നിസ്സാരവൽക്കരിക്കുക ചെയ്ത് താങ്കളുടെ സംഘടന ഇത് പിൻവലിച്ചിട്ടുണ്ട്. ശ്രീ ആർഷോ, SFIയുടെ ആർഷോ ഇത് പിൻവലിച്ചിട്ടുണ്ട്. പിന്നെ താങ്കൾ എന്തിനാണ് ഈ പ്രസ്താവന നിങ്ങൾ ന്യായീകരിക്കുന്നത്? അതൊട്ടും ശരിയല്ല. നിങ്ങളുടെ പ്രസ്താവന പിൻവലിക്കണം. അതെനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ക്രൈസ്തവ സഭകൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടിനെ ആവർത്തിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ ഒരു സ്ഥാപനങ്ങളിലും ഇപ്രകാരമുള്ള ഒരു സംവിധാനം ഒരിക്കലും ഞങ്ങൾ അത് നീതീകരിക്കില്ല, ഞങ്ങൾ അത് അംഗീകരിക്കില്ല. അത് നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ഒരു കാര്യം കൂടി, പിന്മാറി എന്ന് താങ്കൾ പറയുമ്പോൾ MSFന്റെ ശ്രീ സജൽ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പിന്മാറി എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് SFIയുടെ നിലപാടും, ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, അത് ബ്ലെയിം ഞങ്ങളുടെ മേൽ കൂടി വരുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ സപ്പോർട്ട് എന്ന് നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറയുന്നത് എന്ന് അതിന് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുണ്ടോ ശ്രീ ടോണി ചിറ്റിലപ്പള്ളി? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കോളേജിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല ഏത് സംഘടനയിൽ ഏത് വിദ്യാർത്ഥികളാണോ ഇവിടെ പ്രശ്നമായി എനിക്ക് പറയാൻ പറ്റുമോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളിത് പിൻവാങ്ങിയെങ്കിൽ നിങ്ങളുടെ മെമ്പേഴ്സ് അതിലുണ്ട് ആണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രശ്നം ഇവിടെ ഒത്തുതീർന്ന നമ്മുടെ മാനേജ്മെന്റും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സും എന്തുകൊണ്ടാണ് ഒരു ഇതിന്റെ പിന്മാറി എന്ന് പറയുന്നത്? അവരുടെ അണികള് ഈ പ്രശ്നത്തിൽ അവര് അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ പിന്മാറി എന്ന് പറയുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇത് കൂടുതൽ വഷളാക്കാനല്ല. ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയാണ്, ക്രൈസ്തവ സഭകൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തരമായിട്ടുള്ള പീഡനങ്ങള്, നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങള് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ട്. അതിന് കൃത്യമായിട്ട് സഭ പ്രതിരോധിക്കും. അത് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. ഒരു സംശയമില്ല കാര്യത്തിലില്ല. ശരി, ശ്രീ സജൽ, താങ്കൾ എന്നോട് തന്നെ ചോദിച്ച കാര്യമാണ് പിന്മാറി എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന്. ശരിയാണ്, പങ്കെടുക്കാത്തവർ പിന്മാറി എന്ന് പറയുവാൻ എന്തായാലും പറ്റുകയില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചപ്പോഴും ടോണി അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. സജൽ, അല്ല, അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള ഈ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ ഒരു തരത്തിലും ഒരു സമരം ചെയ്യാനോ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കാനോ ഞങ്ങൾ നിന്നിട്ടില്ല. ഒരു സംഘടനാപരമായി ഒരു ഐഡൻറ്റിറ്റിയും MSFൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടില്ല. നിർമ്മല കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മല കോളേജിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് ചേർന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു മുസ്ലിം പള്ളിയാണ്. ഞങ്ങളൊക്കെ അവിടെയാണ് നമസ്കാരം പഠിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്നത്. 72 കൊല്ലമായിട്ട് നിർമ്മല കോളേജിൽ അത്തരത്തിലൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ വളരെ ആസൂത്രിതമായിട്ടാണോ ഇവിടെ ഈ വിവാദം ഇന്ന് ഉണ്ടായതെന്ന് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഈ അൽമായ ഫോറത്തിൻ്റെ പ്രതിനിധിക്ക് സംശയമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് സംശയിക്കാനുള്ള അവകാശവും അർഹതയും എല്ലാം ഉണ്ട്. അദ്ദേഹം അത് പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ വളരെ വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. MSFന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. 2 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിന് മറുപടി പറയുകയാണ്. വളരെ ബുദ്ധിപൂർവ്വം ശ്രീജിത്ത് പണിക്കർ ഈ നിസ്സാരമായ ഒരു വിഷയത്തെ കുട്ടികളുടെ നമ്മളൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളുടെ എന്ന് പറഞ്ഞ് കണക്കാക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെ ശ്രീജിത്ത് പണിക്കർ കൊണ്ടുപോയി കേട്ടിയത്
ഏത് വിഷയത്തിലേക്കാ? പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിലേക്കാണ്. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ബഹുമാനപ്പെട്ട ഇപ്പോൾ അൽമായ ഫോറത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ക്രൈസ്തവ സഭയുടെ ബഹുമാനപ്പെട്ട ആളുകൾ ഞായറാഴ്ചയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിന് പ്രത്യേകമായി പരിഗണന കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ, സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യൻ ജനാധിപത്യമല്ലേ ഈ രാജ്യം. ഒന്ന് അധികാരികളോട്, സർക്കാരുകളോട്, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരവർഗങ്ങളോട് ഇങ്ങനെ ഒരു അസൗകര്യം ഞങ്ങൾക്കുണ്ട്, അതൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഇനി ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ മതം മറ്റതിനെ മാറ്റിമറിക്കുമോ എന്ന് ചോദിച്ച ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യത്തിന് രാജ്യത്ത് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട മതസംഘടനകൾ തന്നെ ഈ നമസ്കാരത്തിൻ്റെ സമയം നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇലക്ഷൻ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതും ഇതേ മതസംഘടനകൾ തന്നെയാണെന്ന് പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് ഞങ്ങൾ ഉണർത്തുകയാണ്, അങ്ങനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മതസംഘടനകൾ എല്ലാ തരത്തിലും, അത് ഇസ്ലാം മതസംഘടനകളാവട്ടെ, ക്രൈസ്തവ മതസംഘടനകളാവട്ടെ, ഹൈന്ദവ മതസംഘടനകളാവട്ടെ, ഈ രാജ്യത്തിൻ്റെ മതേതരം കാക്കുന്നതിന് വേണ്ടി, സംസ്ഥാനത്തിൻ്റെ മതേതരം കാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നവരാ. അവിടെയൊന്നും ഒരു ഹിഡൻ അജണ്ടയുമായിട്ടല്ല ഒരു മതസംഘടനയും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ഒരു MSFകാരൻ പോലും ഈ ആവശ്യം ഉന്നയിക്കുകയോ ഈ സമരത്തിന് മുന്നിൽ നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെ ഉറപ്പിച്ച് ഞങ്ങളുടെ സംഘടനാ നിലപാട് ഞങ്ങളോട് പറയുകയാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ആവശ്യം കുറച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് മാത്രമുണ്ടായി സജൽ? നിങ്ങൾ എന്തായാലും പ്രിൻസിപ്പാളുമായിട്ടും നല്ല ബന്ധമുള്ളയാളാണല്ലോ, MSFന്റെ താങ്കളെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ. നേരിട്ട് തന്നെ താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ എങ്ങനെ ഈ ഒരു ആവശ്യം അവിടെ ഉണ്ടായി എന്ന്. ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ വെള്ളിയാഴ്ച തന്നെ ഇത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ശനിയും ഞായറും ഈ വിഷയം കത്തിക്കയറുകയായിരുന്നു. MSF ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും മുന്നോട്ട് വന്ന് കണ്ടില്ല. ഞാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. SFIയുടേതായിട്ടൊരു കുറിപ്പ് കണ്ടായിരുന്നു, SFIക്ക് ഇതിൽ പങ്കില്ല എന്ന്. പക്ഷേ MSF ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയോ? മഞ്ജുഷെ, MSFന്റെ സോഷ്യൽ മീഡിയ പേജുകൾ, അതല്ലെങ്കിൽ മഞ്ജുഷിന് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാനതിപ്പോൾ അയച്ചു തരാം. MSFന്റെ ജില്ലാ നേതൃത്വം, നിയോജക മണ്ഡലം നേതൃത്വം, അതുപോലെ തന്നെ നിർമ്മല കോളേജിൻ്റെ യൂണിറ്റിൻ്റെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ഈ വിഷയമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇതിൽ MSFന് യാതൊരു പങ്കുമില്ല, MSFന്റെ പേര് ബോധപൂർവമോ അല്ലെങ്കിൽ അറിയാതെയോ വലിച്ചഴിക്കുന്നതുണ്ടെങ്കിൽ അത്തരക്കാർ അതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് MSFന്റെ വളരെ വ്യക്തമായ സർക്കുലറുകളും പോസ്റ്ററുകളും പ്രസ്താവനകളുമെല്ലാം MSFന്റെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം യൂണിറ്റ് നേതൃത്വങ്ങൾ അടിയന്തരമായി ഇവിടെ ഇറക്കിയിട്ടുള്ളതാണ്. അത് കാണാതെ പോയത് അതില്ല എന്നുള്ള ഞാൻ ചോദിച്ചു വന്നത്, എന്താണ് ഈ ഒരു ആവശ്യത്തിന് പിന്നിൽ? അത് വെറും വിദ്യാർത്ഥികൾ കുറച്ചു പേരുടെ ആവശ്യമാണ്, ഈ രീതിയിലാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടും ആ രീതിയിലായിരുന്നില്ലല്ലോ. അവിടെ കോളേജിലെ തന്നെ ചിലരുമായിട്ട് ഇതേക്കുറിച്ചുള്ള സംസാരം അതിന് മുൻപും ഉണ്ടായിട്ടുള്ളതാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ശ്രീ ഡോക്ടർ ബി ജയരാജ് പറയുന്നുണ്ടായിരുന്നു ഇത് രണ്ടു പേർക്കും ഗുണകരമായ രീതിയിൽ മാറ്റിയെടുക്കുകയായിരുന്നു എന്ന്. അങ്ങനെയൊന്നുണ്ടോ? മഞ്ജുഷ ആരോടാ ചോദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മഞ്ജുഷിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം അല്ല, MSFന് അത്തരത്തിൽ യാതൊരു നിലപാടുമില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ ബി ജയരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അതിന് മറുപടി പറയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിന് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. ശരി, ശ്രീ പണിക്കർ, താങ്കൾ പറഞ്ഞ കാര്യം, ചില ആവശ്യങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് എന്താണ് തെറ്റെന്ന് സജൽ സൂചിപ്പിച്ചു. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ ന്യായീകരിക്കുന്നില്ല കേട്ടോ. ഈ കോളേജിലെ ഈ ഇഷ്യൂവിൽ ഞാൻ എന്തായാലും സജൽ ന്യായീകരിക്കുന്നില്ല. അതിന് MSFന് അങ്ങനെ ഒരു ആവശ്യമേ അവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. അല്ല, നോക്കൂ, ഇവിടെ ശ്രീ സജൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ സംസാരിച്ച ഭാഗം, ഈ ചർച്ച കഴിയുമ്പോൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രീ സജൽ ഒന്ന് കേട്ടു നോക്കണമെന്നുള്ളത് അദ്ദേഹത്തിനോട് എൻ്റെ ഉള്ള ഒരു അപേക്ഷയാണ്. കാരണം ഞാൻ അവിടെ പറഞ്ഞിരുന്നത് എന്താണ്, വളരെ കൃത്യമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു പൊതു അവധി ദിവസം തെരഞ്ഞെടുപ്പ് വെക്കുന്നത് പോലെയല്ല
ഒരു വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെക്കുന്നത്? എന്ന് വെച്ചാൽ പൊതു അവധി ദിവസം എന്ന് പറയുന്നത് അവധിയാണ് ശ്രീ സജൽ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ അവധിയല്ല. താങ്കൾ എന്ത് പറഞ്ഞാലും. അപ്പോൾ താങ്കൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് എന്നോടുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ്? ഒന്ന്, ഞായറാഴ്ചയുള്ള ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന, ഞായറാഴ്ച പൊതു അവധിയാണ് സാർ. രണ്ട്, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ആഘോഷം, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ആഘോഷം വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് പൊതു അവധിയായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ? പൊതു അവധി അല്ലാത്ത ദിവസം. കേരളത്തിൽ എന്താ താങ്കൾ ശ്രീ സജൽ പറഞ്ഞത്? വെള്ളിയാഴ്ചകളെല്ലാം കേരളത്തിൽ അവധിയാണെന്നാണോ? കേരളത്തിൽ വെള്ളിയാഴ്ച ഒരു മുസ്ലിമും ജോലിയില്ല എന്നാണോ പറയുന്നത്? എന്ത് അസംബന്ധമാണ് പറയുന്നത്? കേരളത്തിൽ വെള്ളിയാഴ്ച പൊതു അവധിയല്ല, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതേ വാദം തന്നെ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എങ്കിൽ പിന്നെ നമുക്ക് വേറെ ദിവസമാക്കാം, വ്യാഴാഴ്ചയാക്കാം, ശരി, എനിക്ക് പരാതിയില്ല. പക്ഷെ എൻ്റെ പോയിന്റ് അതായിരുന്നില്ലല്ലോ. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പൊതു അവധി അല്ലാത്ത ഒരു ദിവസം അത് വെച്ചാൽ എന്താണ് കുഴപ്പം? തിങ്കളാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല, വെള്ളിയാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷെ വെള്ളിയാഴ്ച വെക്കുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിന്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ സാധാരണ രീതിയിൽ പൊതു അവധി അല്ലാത്ത ഒരു ദിവസത്തിന് മറ്റൊരു തരത്തിലുള്ള പ്രാധാന്യം അതിൽ കൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇളവ് വേണം, ഒരു എക്സംഷൻ വേണം എന്ന രീതിയിൽ പറയുന്നു. ഇതിന്റെ എക്സ്റ്റൻഷനാണ് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ സമസ്ത ഉൾപ്പെടെ പറയുന്നത് എന്താണ്? സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ MSFനുമുള്ള ബന്ധം എന്താണെന്ന് അറിയാം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് രാവിലെ 8 മണിക്ക് പറ്റത്തില്ലെന്ന്. അത് കാരണം എന്താ? മദ്രസയുണ്ട്, മദ്രസയുടെ സമയവുമായിട്ട് ക്ലാഷ് ആവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, MSFന്റെ ഭാരവാഹിയാണ് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മതവസ്ത്രം വേണം എന്ന രീതിയിലത്തേക്കുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ആരോപണമല്ല, നേരെ മറിച്ച് വളരെ ഫ്രീ ആയിട്ട് കുറേയധികം കുട്ടികൾക്ക് ഒരു പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ബന്ദിയാക്കി വെക്കുന്ന രീതിയിലത്തേക്ക് മുദ്രാവാക്യം വിളിക്കുന്നതിനുള്ള പ്രേരണ എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നാടാണ്. താങ്കൾ പറഞ്ഞ് എങ്ങനെയൊക്കെ ഈ കുട്ടികളെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചാലും, അതായത് എന്താണ്, കുഞ്ഞുങ്ങളാണെന്നല്ലേ, ചെറിയ കുട്ടികളാണ്, പക്വതയില്ലാത്തവരാണ്, ശരി, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഡിമാൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി അറിയാത്ത ആൾക്കാരാണോ നിർമ്മല കോളേജിൽ പഠിക്കുന്നത്? അത് താങ്കൾ ചിലപ്പോൾ കുട്ടികളാണെന്ന് പറയും, പക്ഷേ ആ കോളേജ് അധികാരികൾ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ഡിമാൻഡ്, ഒരു റിക്വസ്റ്റ്, ഒരു താല്പര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ നോട്ട്, അത് കൊടുക്കുന്നതിന് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നും അതിൻ്റെ സാമാന്യ മര്യാദ എന്താണ് എന്നും അറിയാത്ത ആൾക്കാരല്ല കേരളത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഒരാൾ. എന്തിനേറെ ഹൈസ്കൂളിലോ UP സ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എങ്ങനെയാണ് ഒരു കാര്യം പ്രൊസീജിയറലായിട്ട് ചെയ്യേണ്ടത്, അതിനൊരു റിക്വസ്റ്റ് കൊടുക്കണമെന്നറിയാം. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് അവിടെയുള്ള കുട്ടികൾക്കുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കത്ത് തയ്യാറാക്കി ആ കത്ത് അവിടെ കൊടുത്ത് ആ കത്തുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം അവിടെ ഉണ്ട് എങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം അവിടെ പോയിട്ട് ഈ പക്വതയില്ലായ്മയുടെ പുറത്തിൽ ഈ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നതിന് ശേഷം ഒരു പ്രിൻസിപ്പലിനെ അവിടെ തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പക്വതയില്ലായ്മയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? കുട്ടികളാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇങ്ങനെ ചെയ്തത് എവിടെയാണ്? മറ്റൊരു കോളേജിൽ ഞാൻ കണ്ടിരുന്നു ഈ അടുത്തിടെ പ്രിൻസിപ്പലിന്റെ ചെവികൾ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. അതിവിടെ ഉണ്ടായില്ല എന്നുള്ള കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വലിയേട്ടന്മാരും മറ്റു വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സമയത്തും മതവുമായി ബന്ധപ്പെട്ട പ്രാക്ടീസുകളെല്ലാം തന്നെ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസാണ് എന്ന ഒരു നിറം ചാലിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് പോകുന്നു, വിദ്യാഭ്യാസത്തെ ഇടപെടുന്നു, ആരോഗ്യരംഗത്ത് ഇടപെടുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ നാച്ചുറലായിട്ട് വിചാരിക്കും എനിക്കിത് ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MSF അടക്കമുള്ള മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്കെല്ലാം തന്നെ ഇതിൽ പരോക്ഷമായിട്ടുള്ള നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയെ, നിങ്ങൾ കുട്ടികളെന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയെ പോകുന്നുവെന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ ഈ ഒരു ആരോപണം. മഞ്ജുഷ്, സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവിടെ സംഘടനയുടെ മുദ്രാവാക്യങ്ങളില്ല, പക്ഷെ വിദ്യാർത്ഥി ഐക്യം എന്നുള്ള മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ശ്രീ സജൽ ഇതുവരെയും മറുപടി പറയാതെ തെന്നിമാറി. ഞാൻ ചോദിക്കുന്നത്, MSF എന്ന് പറയുന്ന സംഘടനയിലുള്ള അംഗങ്ങളോ നിങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരോ ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ നടപടി എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ മഞ്ജുഷേ, ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ അദ്ദേഹത്തോട് തന്നെ തിരിച്ചാവശ്യപ്പെടുക. ഈ ചർച്ച കഴിയുമ്പോൾ അദ്ദേഹം ഒന്ന് ഈ ചർച്ചയുടെ വിഷ്വൽസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്താ ശ്രീ മഞ്ജുഷ പറഞ്ഞു വച്ചത്? ബഹുമാനപ്പെട്ട ക്രൈസ്തവ സഭയോ അല്ലെങ്കിൽ ഹൈന്ദവ മത നേതൃത്വങ്ങളോ പൊതു അവധിയായ ഞായറാഴ്ച ദിവസമാണെങ്കിൽ പോലും പൊതു തെരഞ്ഞെടുപ്പ് വച്ചാൽ ബഹുമാനപ്പെട്ട ക്രൈസ്തവ സഭാ മേലധികാരികൾക്ക് അവരുടെ ഞായറാഴ്ച കുർബാനയ്ക്ക് തടസ്സമുണ്ടാകും എങ്കിൽ അവർക്കത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെ തന്നെ വളരെ പൊതു വ്യക്തമായിട്ടാണ് ഞാൻ അവധി പറഞ്ഞത്. ഒഴിവാക്കിയാണ് അത് ഈ സജൽ രാജ്യം സാധാരണ അനുവദിച്ചു തെരഞ്ഞെടുപ്പ് കൊടുക്കുന്ന തീയതി അവകാശവും തീരുമാനിക്കുന്നത്. അധികാരങ്ങളുമാണെന്നേ. അത് താങ്കളുടെ ഊഹത്തിലല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ അത് പറയാൻ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് കമ്മീഷൻ അങ്ങനെയാണ് വേദികളുണ്ട്. അത് ചെയ്യുന്നത്. എന്തിനാണ് അതിനെ വേറെ രീതിയിലേക്ക് വ്യതിചലിച്ചു കൊണ്ടുപോകുന്നത്? എന്തിനാ? മാച്ചിങ് രണ്ട് ഉദാഹരണം കാര്യങ്ങൾ പറയൂ. relevant ശ്രീജിത്ത് അല്ലാത്ത പണിക്കർ ഇവിടെ ഉദാഹരണം പറഞ്ഞു. പറഞ്ഞതിനാണ്. MSFന്റെ ഭാരവാഹികളോ MSFന്റെ അംഗങ്ങളോ ഉണ്ടെങ്കിൽ എന്തിനാണ് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെ ഈ സങ്കുചിതമാക്കുന്ന എന്തിനാ? ഈ വിഷയമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സംഘടന വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരല്ല, ഞങ്ങൾക്ക് ഈ ആവശ്യമില്ല, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ഞങ്ങളുടെ രീതിയിൽ നിറവേറ്റിക്കൊള്ളാം, ഞങ്ങളെ ഈ ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട, ഞങ്ങൾക്ക് ഇതിനുമായി ബന്ധമില്ല, ഞങ്ങളുടെ ഐഡന്റിറ്റി ഇല്ല, ഞങ്ങളുടെ അടയാളങ്ങളില്ല, ഞങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല. ഈ തരത്തിൽ വളരെ വൃത്തിയായി വളരെ കൃത്യമായി ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടും ഇത് വേറെ തരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ മതേതര മനസ്സുകളെ കീറിമുറിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില ചർച്ചകളിലേക്ക് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ ചിന്തിച്ചു പോകുന്നത് കേരളത്തിന് ഭൂഷണമല്ല എന്നാണ് രണ്ടാമത്തെ കാര്യം. ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ വിഷയവുമായി ബന്ധപ്പെട്ട് MSFന്റെ ഒരു ഭാരവാഹി നടത്തിയ ചർച്ചയെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. അന്ന് ആ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ആ ചർച്ചയിൽ അതേ ചാനലിൽ തന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ MSFന്റെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിലെ അവസാന വാക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് MSFന്റെ നിലപാടല്ല. വ്യക്തിപരമായി ആരെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ MSFന്റെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറയുമെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി ആ ശ്രീജിത്ത് പണിക്കർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പകുതി അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് സജൽ പറയുന്ന ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ്. ഇങ്ങനെ ഒരു വിഷയമേ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സജൽ പറയുന്നത്. അങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നല്ല, മറിച്ച് ചർച്ച വളരെ സദുദ്ദേശത്തോടെ ആവണം, പോസിറ്റീവ് ആവണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു തരത്തിലേക്ക് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകിടം മറയ്ക്കുന്ന, അതിന് ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വളം വെച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി ശ്രീ നോക്കൂ ഇതിലെ പ്രശ്നം ഒന്ന്, ചർച്ച ഏത് രീതിയിലും പൊയ്ക്കോട്ടെ, അതൊക്കെ ആരോഗ്യകരമായിട്ട് നമ്മൾ ഡയറക്ഷൻ കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല. ചർച്ച അതിന്റെ സ്വാഭാവികമായിട്ടുള്ള വഴിയിൽ കൂടെ അത് പോകട്ടെ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ സജൽ, ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള എൻക്വയറി നടത്തിയതിന്റെ പേരിലാണോ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് തീരുമാനിച്ചത്? ഇന്ന് അവിടെ മാധ്യമപ്രവർത്തകർ അവിടെ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഏത് സംഘടനയിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം നിർമ്മലയിലെ കുട്ടികളാണ്, അവരേതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, അത് ഞങ്ങളുടെ വിഷയമേ അല്ല എന്ന് പറഞ്ഞു. ശരി, ആ നിലപാട് അവർക്കെടുക്കാം. ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ശ്രീ സജൽ പറയുന്നത് ഞങ്ങളുടെ ആരും അതിലില്ല? താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ ചർച്ച തീർന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന അന്വേഷണം നടത്തി, ഞങ്ങളുടെ ഒരാളും ഒരംഗം പോലും അതിലില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന നടപടി എടുക്കുമായിരുന്നു. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതൊരു റീഅഷുറൻസ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വർഗീയ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആൾക്കാർക്ക് അവസരമുണ്ടാക്കുന്നു എന്ന് പറയുന്നതിലെ കാര്യം എന്താണ്? ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഇവിടെ ഇല്ലാത്തതാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ താങ്കൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചു. താങ്കൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ TV ചാനൽ ചർച്ചയുടെ അവസാനം ഒരു സെക്കൻഡ്, ഈ TV ചാനൽ ചർച്ചയുടെ അവസാനം ഞാനൊന്ന് പറയുന്നത് താങ്കൾ കേൾക്കൂ. ആ TV ചാനൽ ചർച്ചയുടെ അവസാനം MSFന്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ ആരോ വിളിച്ച് അവിടെ ആര് വിളിച്ചു എന്നാണ് പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് പ്രസിഡന്റ് ആണോ? അദ്ദേഹമാണ് അവസാന വാക്ക് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് ആ ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടി സംസ്ഥാന സെക്രട്ടറി MSF എന്ന പേരിലാണ്, എന്ന ടൈറ്റിലിനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. MSFന്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ആ പദവി ദുരുപയോഗിച്ചുകൊണ്ടാണോ വന്നത്? അതോ ആ കുട്ടി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിന് വേണ്ടി പാർട്ടിയിൽ അല്ലെങ്കിൽ ആ സംഘടനയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനത്തിനെ ദുരുപയോഗിച്ചു എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയാണ് എങ്കിൽ ഈ ടൈറ്റിലിൽ വന്നുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്ന, സംഘടനയുടേതല്ലാത്ത മറ്റൊരു അഭിപ്രായം അവിടെ പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾ എന്ത് നടപടിയെടുത്തു? അത് ചോദിക്കുമ്പോൾ മറുപടി പറയണമല്ലോ. അപ്പൊ
എന്തെങ്കിലും ശരി കാര്യത്തിൽ ശരി ശരി ആരോപണം വരുന്ന സമയത്ത് ഇതോ ഞാൻ ഞാൻ ഇടപെടുകയാണ്. പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സജൽ എന്ന് ചോദിച്ചു. നടപടിയെടുത്തു എന്ന് സംസ്ഥാന തന്നെയാണല്ലോ താങ്കളുടെ സെക്രട്ടറി നിലപാടല്ലേ? ചർച്ച അവസാനിപ്പിക്കണം അതുകൊണ്ടാണ്. സജൽ, ശ്രീജിത്ത് പണിക്കരുടെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമൊന്നും MSFനില്ല. MSF വളരെ വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. MSFന് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. ഇതിലൊരു MSF കാരനും ഉൾപ്പെട്ടിട്ടില്ല. ഒരു MSF കാരനും അങ്ങനെ ആവശ്യപ്പെടില്ല. ശരി ശരി ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. ശരി സജൽ, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്ക് നന്ദി. ഫയർ ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി.